ഹലോ മച്ചാമാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അത് മച്ചാമാരെ പറഞ്ഞു ശീലമായി പോയി. മച്ചന്മാരെ മാത്രമേ പറയുള്ളൂ. അപ്പൊ അതായത് ആ മച്ചികൾ, അതായത് ഗേൾസിന് എന്താ പറയുക, മച്ചി എന്നൊക്കെ പറഞ്ഞൊരു എന്താ, മച്ചി വേണ്ട, സഹോദരിമാരെ കൂടി എടുത്തു പറയുന്നു. ആരൊക്കെ എത്ര പേരൊക്കെ സഹോദരിമാരാണ് ഈ വീഡിയോ കാണണമെന്നറിയാൻ മേല, എന്നാലും എടുത്തു പറയാം. പക്ഷെ മച്ചാമാരെ പറഞ്ഞു അത് ശീലമായി പോയി എന്നാണ് വന്നത് ഓട്ടോമാറ്റിക്കലി. അപ്പൊ ഗൈസ്, തുടക്കം നമ്മുടെ വിസ്മയ മോഹൻലാൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. നമ്മുടെ മോഹൻലാൽ ലാലേട്ടന്റെ മോളുടെ ഫസ്റ്റ് മൂവിയാണ്, അരങ്ങേറ്റ ചിത്രം കൂടിയാണ്. അങ്ങനെ കണ്ടു വന്നിരിക്കുകയാണ്. പടം ഉച്ച കഴിഞ്ഞാണ് പോയി കണ്ടത്. ആദ്യം DC ആണ് പോയി കണ്ടത്. DC-യുടെ റിവ്യൂ വരുന്നതാണ്. അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ പറയണം. അതുകൊണ്ടാണ് ഞാൻ വെച്ചാൽ അത് വെയിറ്റിംഗ് DC വെച്ചിരിക്കുന്നത്. അപ്പൊ ആ തുടക്കം മൂവിയാണ് കണ്ടിരിക്കുന്നത്. ജൂഡ് ആന്റണി ജോസഫ്, നമ്മുടെ 2018 ശേഷം അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ഒരു മൂവിയാണ്. ഇത്രയും ഗ്യാപ്പിന് ശേഷം 2018 മൂവി ഇറങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? കുറച്ച് നാളായില്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു മൂവി എന്ന് പറയുമ്പോൾ ഇച്ചിരി, അല്ലെങ്കിൽ ലാലേട്ടൻ തന്നെ മോഹൻല ഒരു അരങ്ങേറ്റ ചിത്രം കൂടിയാണ്. അപ്പൊ അതിനെ ഒന്നുകൂടി നമ്മൾ പ്രതീക്ഷിച്ചുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ കാണാൻ കഴിയപ്പ. പക്ഷേ ജൂഡ് ബ്രോ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് അതേ സെയിം കണ്ടന്റ് അല്ലെങ്കിൽ അതേ സെയിം ഒരു കഥാപശ്ചാത്തലം തന്നെ ഒരു മൂവി ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇതെങ്ങനെ കണ്ട് പടത്തിന്റെ എൻഡും കൂടി ഇനി കണ്ടാൽ മതി. അല്ലെങ്കിൽ എന്താണ് ഏത് രീതിയിലായിരിക്കും എൻഡ് അവസാനിക്കുന്നത് മാത്രം നമുക്ക് കണ്ടാൽ മതിയായിരുന്നു. അത് നമ്മളെ ഉദ്ദേശം നമ്മള് ചിന്തിച്ച കിട്ടാവുന്ന തരത്തിലുള്ള ഒരു എന്താ ക്ലൈമാക്സ് സീനാണ് സത്യം പറഞ്ഞാൽ ആ സിനിമ കണ്ടോണ്ടിരിക്കുന്നത് തോന്നുന്നത്. പക്ഷേ ജൂഡ് ബ്രോ, എനിക്ക് പറയാനുള്ള ആ സിനിമ ഇറങ്ങിയിട്ട് കുറച്ച് കാലങ്ങളേ ഉള്ളൂ. എനിക്ക് തോന്നണ ഇത് ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇനി അത് റിലീസായത്, ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയതെന്ന് എനിക്കറിയാൻ മേല. അതല്ലേ ഇത് മെയിനായിട്ടുള്ള കണ്ടന്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ, കണ്ടന്റ് ആണ് മെയിൻ എങ്കിലും അതിലേക്ക് ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ട്. എന്നാ ഇത് അതില്ലേ ഉദ്ദേശിക്കുന്ന, അതെങ്ങനെ സംഭവിച്ചു? എന്താണ് ആട്ടെ. അത് നമുക്കിപ്പോ പടം കണ്ടിട്ടുള്ളവർക്ക് ആ ഒരു രീതിയിലായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ആലോചിച്ച് പോകും നിൽക്കേണ്ടതെന്നത്തെ കാര്യം. അങ്ങനെ ആലോചിച്ച് പോകുന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇത് അത്ര ഈ സിനിമ ചെയ്യുമ്പോൾ എനിക്കങ്ങനെ അത്രക്കൊരു തൃപ്തികരമായിട്ട് ഇങ്ങനെ തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ്. പക്ഷെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ ആ സിനിമയുണ്ട്, അത് നല്ല ഗംഭീരമായിട്ട് നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ്. അപ്പൊ അതേ സെയിം ഒരു കണ്ടന്റ് വെച്ചിട്ട് പിന്നെ വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ വേറെ ആടിയിട്ടുള്ള ഒരു മൂവി എന്നൊക്കെ പറഞ്ഞാൽ മതി. എന്തോ സിനിമ എങ്ങനെയാണെന്ന് വെച്ചാൽ കൊള്ളാം, അടിപൊളിയാണ്. നല്ല ഫാമിലി എന്റർടൈനർ മൂവി. അതായത് നമ്മുടെ ഫാമിലി ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ എന്താ ഗേൾ ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും എല്ലാവരും കൂടി ഒന്ന് എൻജോയ് ചെയ്തൊക്കെ കാണാൻ പറ്റിയ ചെറിയൊരു ഫാമിലി പാക്കേജ് മൂവിയൊക്കെയാണ്. പിന്നെ പറയാ, ഒരു ലേഡീസിന്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ മോട്ടിവേഷൻ നൽകുന്ന ടൈപ്പ് അങ്ങനത്തെ ഒരു കണ്ടന്റും കൂടി ആടിയിട്ടുണ്ട് പടത്തിന്റെ അത്. അതിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഡയറക്ടർ ജൂഡ് ആന്റണി ജോസഫ് ഡയറക്ട് ചെയ്തിരിക്കുന്നു. റൈറ്റിംഗ് അദ്ദേഹം ഉണ്ട്, അഖിൽ കൃഷ്ണനുണ്ട്. ഇവർ മൂന്നുപേരും കൂടിയാണ് റൈറ്റിംഗ് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രൊഡ്യൂസർ ബൈ ആന്റണി പെരുമ്പാവൂർ. കാസ്റ്റ് വിസ്മയ മോഹൻലാൽ, അരവിന്ദ് സദാശിവം, മനോജ് കെ ജയൻ, കോട്ടയം രമേഷ്, സായികുമാർ, ആശിഷ് ജോയ്, ആന്റണി അവര് കൂളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആന്റണി, അതായത് ആന്റണി പെരുമ്പാവൂറിന്റെ മകനാ. പിന്നെ സിബി ഗോപിനാഥ്, ജാഫർ ഇടുക്കി, ഗണേഷ് കുമാർ, അങ്ങനെയൊക്കെ പോകുന്നതാണ് കാസ്റ്റ്. പിന്നെ JSB ആണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ആ പടത്തിന്റെ ഒരു എന്താ പറയാ, ഒരു ക്ലാസിക് മൂവിയാണ്. അപ്പൊ അതിനെ പറ്റി ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി അഖിൽ ജോർജ് ജോമോൻ ഡി ജോൺ ആണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. പൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചമ്മനം ചക്കുവാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അങ്ങനെയൊക്കെയാണ് പടത്തിന്റെ ഓവറോൾ കാസ്റ്റ് ആൻഡ് ക്രൂ എന്നൊക്കെ പറയുന്നത്. പിന്നെ ഈ സിനിമ മൊത്തത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കാറ്റഗറി എന്ന് വെച്ചാൽ, ഇത് ഞാൻ സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ ഇത് ആ സിനിമയായിട്ട് ഞാൻ നേരത്തെ കണ്ടിട്ടുള്ള അതേ കഥാപശ്ചാത്തലം തന്നെ മൂവിയായിട്ട് കണക്ട് ചെയ്ത്. പക്ഷെ ഞാൻ അങ്ങനെ കണ്ട വ്യക്തിയാണ്, എനിക്ക് അങ്ങോട്ട് അത്ര റിലേറ്റീവ് ആയിട്ട് ഇറങ്ങി നമുക്ക് വർക്കായില്ല. പക്ഷേ സെക്കൻഡ് ഹാഫ് കൊണ്ടു നിർത്തിയിരിക്കണം. സെക്കൻഡ് ഹാഫിന്റെ ഒരു എൻഡൊക്കെ ആകുമ്പോൾ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ എൻ്റെ അത് തന്നെ ഉണ്ട്.
അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കിയാൽ ഒരു വെറൈറ്റി അല്ലെങ്കിൽ ഒരു എന്താണ് ഗേൾസിന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കുറിച്ചുള്ള ഒരു മെസ്സേജും അല്ലെങ്കിൽ ഗേൾസിന് എങ്ങനെയൊക്കെ രീതിയിലാണ് അവരെ എന്താണ് കായികമായിട്ടും എല്ലാ തരത്തിലുള്ള പരിശീലനം കൊടുക്കണമെന്നൊക്കെ ഒരു തരത്തിലുള്ള ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ ഈ പടത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് അതിന് ഇത്തിരി വ്യത്യസ്തമായിട്ട് വെറൈറ്റി ആണ്. പക്ഷെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്ലോട്ട് അതിന്റെ അകത്ത് വന്നിട്ടുള്ള അതേ സെയിം കഥ തന്നെ. സിനിമ എന്താന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് കാണാത്തവരാണ്, ഈ വീഡിയോ കാണുന്നവരാണ്, അപ്പൊ ചിലപ്പോ ആ സിനിമയായിട്ട് അപ്പൊ അതല്ല ഇതല്ലെന്ന് പറഞ്ഞ് ചിലപ്പോൾ കണക്ട് ചെയ്ത് പോകും. നമ്മൾ കണ്ടു നിങ്ങൾ കണ്ടിട്ട് വന്നിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ കൊള്ളായിരിക്കും. അപ്പൊ ഞാൻ ഏത് സിനിമയുടെ ഒരു പശ്ചാത്തലം ഈ ചെയ്തിരിക്കണം എന്ന് പറയണില്ല മെയിനായിട്ട്. അപ്പൊ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാണെന്ന്. അത് ഞാൻ എടുത്തു പറഞ്ഞാൽ ചിലപ്പോൾ കാണാനുള്ള ഒരു ആസ്വാദന രീതിയും മാറിപ്പോവും. പിന്നെ പറയാനുള്ള ഓരോരുത്തരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ പറ്റി പറയുകയാണെങ്കിൽ ലാലേട്ടനെ സത്യം പറഞ്ഞാൽ ഞാൻ എവിടെയാണ് ഇങ്ങനെ പ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ എവിടെയാണ് ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ പോണെന്ന് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. എവിടെ കൊണ്ടായിരിക്കും ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ പോണത്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചത് ഇത്ര സീന് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോ തന്നെ ലാലേട്ടൻ ഇല്ല. അയ്യോ ഈ ലാലേട്ടന് എവിടെ ഏത് രീതിയിൽ അപ്പൊ പ്ലേസ് ചെയ്യുമ്പോൾ നല്ലൊരു പ്ലേസ് ചെയ്യണം. സാധാരണ ജസ്റ്റ് വന്ന് അതായത് മോഹൻലാലിന്റെ മകന്റെ ഫസ്റ്റ് പടത്തിൽ ജസ്റ്റ് ഹായ് കൊടുത്തിട്ടുണ്ട്, അടുത്ത പടം ഏതാണ് ഒടിയെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അത് തന്നെ ആലോചിക്കരുത്. ആ രീതിയിലെ റെസ്റ്റോറന്റ്. അപ്പൊ റെസ്റ്റോറന്റ് കണ്ട് ദൈവമേ റെസ്റ്റോറന്റ് കണ്ട് ഇല്ലാത്ത വലിയ പ്ലോട്ടാണ്. പക്ഷെ അല്ല, ഇത്തിരി എന്തോ ഒരു കുടുക്കാന്നതിൽ മലയാളത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്യാമിയയില് ഏറ്റവും ഒരു കിടലായിട്ടുള്ള ഒരു നല്ലൊരു ഡയലോഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ലാലേട്ടന്റെ ഒരു കാമിയ റോൾ എന്ന് പറഞ്ഞാൽ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട്. മാസ എന്നല്ല, മാസ് കണക്കിൽ പറയുകയാണെങ്കിൽ മറ്റേ ജയിലറിന്റെ അകത്ത കാമിയ എന്ന് ഞാൻ പറയുള്ളൂ. മാസ് കിടലായിട്ടുള്ള എൻട്രോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ക്യാമിയോ, അതാണ് ലാലേട്ടൻ അത് ജയിലുണ്ടാകും. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് വേറൊരു മാസമുണ്ട് ക്ലാസ് ഉണ്ട് അങ്ങനത്തെ ടൈപ്പിലുള്ള ഒരു ക്യാമിയോ ആണ് ഇത് ലാലേട്ടന് കൊടുത്തിരിക്കുന്നത്. എനിക്ക് വർക്കായി സത്യം പറയാം. പക്ഷേ ലാലേട്ടൻ ഫാൻ അതുകൊണ്ട് എനിക്ക് നല്ലൊരു വർക്കായി. ലാലേട്ടൻ അങ്ങനെ പ്ലേസ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്യാമിയോ ആയിട്ട് കൊണ്ട് കൊടുത്തേന്. പിന്നെ പറയാനുള്ളത് വിസ്മയ മോഹൻലാൽ ഫസ്റ്റ് മൂവിയാണ്. ഫസ്റ്റ് മൂവിയുടെ ഒരു പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ചില എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ അതുപോലെയൊക്കെ ഇനി പറ്റി റെഡി ആവല്ലോ. അതെ അച്ഛന്റെ മോളുടെ ഗുണം തന്നെ കാണിക്കാതിരിക്കല്ല, അത് ഇനി മയമയും പറ്റി റെഡി ആവുള്ളൂ. എന്താ പറയാ, ആ ഒരു ആയോധന കല പഠിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ ഇനി സത്യം പറഞ്ഞ ഞാനിത് സിനിമയെ പറ്റിയുള്ള ആലോചന കേട്ടപ്പോൾ അല്ലെങ്കിൽ സിനിമ ഈ ഒരു പ്ലോട്ടിലാണ് ഒരുങ്ങണം എന്ന് ഞാൻ കേട്ടത്. സത്യം പറഞ്ഞ ഞാൻ ഓർത്ത് ഈ കുറച്ച് നാൾക്ക് മുമ്പ് ലാലേട്ടന്റെ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോൾ ഇതുപോലെ തന്നെ ഇതൊരു ആയോധന കല പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാനത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ടീച്ചിങ് ക്ലാസ് അങ്ങനെയൊക്കെ ആയിട്ട് പോകും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് സിനിമയിലോട്ട് വരുന്ന ഒരു ഒട്ടും പ്രതീക്ഷയില്ല. അപ്പൊ അത് അതുമായിട്ട് ഒരു കണക്ട് ചെയ്ത് സിനിമ ഇറക്കി കൊടുത്ത് ചില സീനൊക്കെ കാണുമ്പോൾ മിസ്മാമല്ലേ ബാമോളെ ഇങ്ങിട്ട് കൈ പിടിച്ച് ഉയർത്തിയല്ല, അതായത് അച്ഛന്റെ കൈ പിടിച്ചാണ് മകനും അന്ന രീതിയിൽ ഒരു ഒരു സീൻ എനിക്ക് തോന്നിയത്. ആ കണ്ടപ്പോഴേക്കാണ് തോന്നിയത് അച്ഛന്റെ കൈ പിടിച്ച് സിനിമയിലേക്ക് കൊണ്ടുവരുന്ന നല്ല രീതിയിലൊരു സീൻ. അങ്ങനെയൊക്കെ അങ്ങനെ കണക്ട് ഞാൻ കണ്ടത് എനിക്ക്. അപ്പൊ അങ്ങനെ ഒരു സീന് വർക്കായി അതുകൊണ്ട്. പിന്നെ പറയാനുള്ളത് ആന്റണി പെരുമാവിന്റെ മകൻ ഒന്നേ അവസാനം വരെ അദ്ദേഹത്തിനെ കൊണ്ടുപോയിരിക്കുന്നത് ഒരു കൊടൂര വില്ലൻ എന്ന് വെച്ചാൽ അത് ഫേസിൽ എക്സ്പ്രഷൻ ആണെങ്കിലും ലുക്സും പിന്നെ എന്റെ ബോഡി ലാംഗ്വേജും എല്ലാം വെച്ച് നോക്കണേ കിടിലൻ വില്ലൻ തന്നെ കേട്ടാ, ഒരു രക്ഷയില്ല. അവസാനത്തെ ഒരു 2-3 ഡയലോഗ് കൊടുത്തിട്ടുണ്ട്. മറ്റേ നമ്മള് ലിയോയ്ക്കകത്ത് സാഞ്ചി മാസ്റ്ററിനെ വിളിച്ചില്ലേ ഫസ്റ്റ് ബ്ലാക്ക് ഓഫ് പ്ലേസ് എന്നൊക്കെ പറഞ്ഞ് അധികം ഡയലോഗ് ഒന്നും എടുക്കാം, ജസ്റ്റ് ലുക്സും അതാ എന്താ പറയാ ഐ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ മൊത്തത്തില് വില്ലന്റെ അതായത് നമുക്ക് തോന്നുമ്പോ ഒരാളെ ചപ്പടിച്ച് പൊളിക്കാൻ തോന്നുന്ന വിധത്തിലുള്ള ഒരു വില്ലൻ, ആ ടൈപ്പ് ഒരു ക്യാരക്ടർ വില്ലനാണ് ഏറ്റവും കാണിച്ചു വെച്ചിരിക്കുന്നത്. കിട്ടില്ലെന്ന് ഭയങ്കരമായിട്ട് വർക്കായി. സത്യം പറഞ്ഞാൽ ഒരു പക്ക കാസ്റ്റിംഗ് ആയിരുന്നു. നമുക്ക് അദ്ദേഹത്തിന് ഇത്ര നാള് സിനിമയിൽ ഇത്ര നാളും സിനിമയിൽ വർക്ക് ചെയ്തിട്ട് ഇത്ര നാളും അദ്ദേഹത്തിന് ഒരു പ്ലേസ് കൊടുത്തിട്ടില്ലെന്ന് ഓർക്കുമ്പോ ഇത്ര നല്ല കിടലിനായിട്ട് തന്നെ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി അദ്ദേഹത്തിന് ആക്ടിങ്. പിന്നെ ഓവറോൾ സിനിമ എങ്ങനെയാണെന്ന് വെച്ചാൽ വൺ ടൈം മാച്ച് എന്ന് എനിക്ക് തോന്നിയത്. ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റേ ആ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ചിലപ്പോൾ വർക്ക് ആവുമായിരിക്കും. പക്ഷെ ഇത് ഓവറോൾ ഒരു എന്താ പറയുക ഒരു മോട്ടിവേഷനും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമവും കാര്യങ്ങളൊക്കെ എതിരായിട്ട് നിൽക്കുന്ന ടൈപ്പിൽ അല്ലെങ്കിൽ ആ ടൈപ്പ് വേണം നമ്മുടെ കുട്ടികളെയൊക്കെ അല്ലെങ്കിൽ കുട്ടികളായിട്ടുള്ള സ്ത്രീകൾ അവരെയൊക്കെ വളർത്തിക്കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്ന തരത്തിലും
അങ്ങനത്തെ ടൈപ്പിൽ വ്യാഖ്യാനിക്കാവുന്ന ടൈപ്പിൽ മൂവിയാണ്. ഓവറോൾ ഓക്കെ ഓക്കെ എന്നൊക്കെ പറയാനുള്ളത്. ആവറേജ് എന്ന് പറയുന്നതിനെക്കാട്ടും ഓക്കെ എന്ന് പറയാനുള്ളത്. പക്ഷെ ഇത് സെയിം പ്ലോട്ട് ആയതുകൊണ്ടാണ്, അതൊക്കെ ആ സിനിമയുടെ സെയിം പ്ലോട്ട് ആയതുകൊണ്ട് മാത്രം എനിക്ക് അങ്ങോട്ട് അത്ര ജയിച്ചില്ല. നിങ്ങൾ എങ്ങനെയാണ് കണ്ടിട്ട് പറയാ. ഓക്കെ.